പുറത്തുള്ള കൊലപാതകങ്ങൾക്ക് കേരളത്തിൽ കുറവൊന്നുമില്ല. മദ്യലഹരിയിൽ ബന്ധുവാണോ സ്വന്തമാണോ മുന്നിൽ നിൽക്കുന്നത് എന്നുള്ള ബോധം പോലുമില്ലാതെ നെഞ്ചിൽ കത്തി കുത്തിയിറക്കാൻ മടിയില്ലാത്തവരാണ് ഇന്ന് പൊതുസമൂഹത്തിന്റെ ശാപം. മദ്യലഹരിയിൽ മകൻ അച്ഛനെ തല്ലിക്കൊല്ലുന്നു. ലഹരി മേടിക്കാൻ പൈസ കൊടുക്കാത്തതിന്റെ പേരിൽ മകൻ അമ്മയെ വെട്ടിക്കൊല്ലുന്നു. ലഹരി തലയ്ക്ക് പിടിച്ച് സ്വന്തം പെങ്ങളെ ലൈംഗികമായി ഉപദ്രവിക്കുന്നു തുടങ്ങി നിരവധി സംഭവങ്ങളാണ് കേരളത്തിൽ ഇന്ന് നടക്കുന്നത്. മിക്കപ്പോഴും ലഹരിയുടെ പുറത്തുണ്ടാകുന്ന വാക്കുതർക്കങ്ങളൊക്കെ ചെന്നെത്തുന്നത് കൊലപാതകത്തിലേക്കാണ്. ഈ കഴിഞ്ഞ ദിവസം ഇടുക്കി വണ്ടിപ്പെരിയാറിന് സമീപം അശോകൻ എന്ന യുവാവിനെ ബന്ധു കുത്തിക്കൊന്നത് മദ്യപാനത്തെ തുടർന്നുണ്ടായ വാക്കുതർക്കത്തിനിടെയാണ്. സംഭവത്തിൽ അശോകന്റെ ബന്ധുവായ സുബീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം രാത്രി 12 മണിയോടെയാണ് ദാരുണമായ ഈ കൊലപാതകം നടന്നത്. തേങ്ങാക്കൽ പള്ളിക്കടയിൽ സുബീഷിന്റെ മൈക്ക് സെറ്റ് വാടകയ്ക്ക് നൽകുന്ന സ്ഥാപനത്തിനു മുന്നിൽ വെച്ച് ആണ് ഈ വാക്കുതർക്കം ഉണ്ടായത്. രണ്ടുപേരും വ്യത്യസ്ത സ്ഥലങ്ങളിലിരുന്ന് മദ്യപിച്ചിരുന്നു. ഇതിനുശേഷം അശോകൻ സുബീഷിന്റെ സ്ഥാപനത്തിന് മുന്നിലെത്തി ഉച്ചത്തിൽ സംസാരിച്ചതിനെ ചൊല്ലി ഇരുവരും തമ്മിൽ ആദ്യം വാക്കേറ്റമുണ്ടായി. സുഹൃത്തുക്കൾ ഇടപെട്ട് പ്രശ്നം പരിഹരിച്ചു. കുറച്ചു സമയത്തിന് ശേഷം വീണ്ടും എത്തി ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. ഇതിനിടെ ഇലക്ട്രീഷ്യന്മാർ ഉപയോഗിക്കുന്ന കത്തി ഉപയോഗിച്ച് സുബീഷ് അശോകന്റെ നെഞ്ചിൽ കുത്തി. ഇത് കണ്ട നാട്ടുകാർ ഓടിക്കൂടി അശോകനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു. എന്നാൽ ആശുപത്രിയിലേക്കുള്ള യാത്രാമധ്യയാണ് അശോകൻ മരിച്ചത്. സ്ഥലത്തെത്തിയ വണ്ടിപ്പെരിയാർ പോലീസ് ഉടൻ തന്നെ സുബീഷിനെയും സുഹൃത്തുക്കളെയും പിടികൂടി. തുടർന്ന് നടന്ന ചോദ്യം ചെയ്യലിൽ സുബീഷ് കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. പ്രതിയുമായി വണ്ടിപ്പെരിയാർ പോലീസ് തെളിവെടുപ്പ് നടത്തുകയും അശോകനെ കുത്താൻ ഉപയോഗിച്ച കത്തി കണ്ടെടുക്കുകയും ചെയ്തു. ഫോറൻസിക് സംഘവും സംഭവ സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. ഇതിനിടെ പ്രതിയുടെയും കൊല്ലപ്പെട്ട യുവാവിന്റെയും ബന്ധുക്കൾ തമ്മിൽ വാക്കേറ്റവും സംഘർഷവും ഉണ്ടായി. സുബീഷിന്റെ ബന്ധുവിന്റെ വീടിന് നേരെയും ആക്രമണമുണ്ടായി. ആക്രമണത്തിൽ ഒരു സ്ത്രീക്ക് പരിക്കേറ്റിട്ടുണ്ട്. സംഘർഷ സാധ്യത നിലനിൽക്കുന്നതിനാൽ വണ്ടിപ്പെരിയാർ പോലീസ് പ്രദേശത്ത് പട്രോളിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംഭവത്തിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് വരികയാണെന്ന് വണ്ടിപ്പെരിയാർ പോലീസ് വ്യക്തമാക്കി. അശോക് കുമാറിന്റെ മൃതദേഹം ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും.